തുടക്കത്തിൽ ഇച്ചിരി ഒരു മുൻഷിപ്പ് തോന്നണം. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ശരിക്കും ഹനുമാൻ്റെ ചരിത്രം തന്നെയാണ്. നമ്മൾ പിന്നെ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് അത്, എന്നാലും സിനിമ കുറച്ചുകൂടെ കൊള്ളാം. പെരുമാറ്റത്തിന് ബന്ധപ്പെട്ട് തന്നെ കണ്ടപ്പോൾ കൊള്ളാം. അല്ല, ഒരു മാറ്റമുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. പടത്തിൻ്റെ ഒരു വെറൈറ്റി പടമാണ്. അല്ല റിലീജിയസ് പടം ആണ്. ഹിന്ദു റിലീജിയനായിട്ട് ബന്ധപ്പെട്ട പടം. കുഴപ്പമില്ല, നല്ല പടമാണ്. കൊച്ചുകുട്ടികളെ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടിയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു സമയത്തൊക്കെ കാണിക്കാൻ പറ്റിയ പടമാണ്. റിവ്യൂ ഉണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ട്. 2025 സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടിരിക്കാൻ എന്തായാലും ആ ഒരു വരദ മരിക്കണ്ടായിരുന്നു എന്നൊരു പേഴ്സണലായിട്ടതുണ്ട്. പക്ഷേ ബാക്കി കുഴപ്പമൊന്നുമില്ല. നായകൻ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വില്ലനാണെങ്കിലും പറയേണ്ട കാര്യം തന്നെ. വില്ലൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള തന്നെയാണ്. വില്ലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വില്ലനായിട്ട് നമ്മുടെ മലയാളത്തിലൊക്കെ ക്രിസ്റ്റഫർ അതുപോലെ ഒരുപാട് സിനിമയിലൊക്കെ വന്നിട്ടുള്ളൊരു വില്ലൻ തന്നെയാണ്. അപ്പം വില്ലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നായകൻ പുതുതാണെങ്കിലും പക്ഷേ കുഴപ്പമില്ലാതെ കുറച്ച്